നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. അപ്പൊ ഈ 1929 ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. സിവിൽ നിയമലംഘന സമയത്തെ വൈസ്രോയ് ആരായിരുന്നു? ഇർവിൻ പ്രഭു ആണ്. ഇർവിൻ പ്രഭു. ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് 1930 ജനുവരി മാസം 26 അപ്പൊ ഈ 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചതിനെ തുടർന്നാണ് ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുത്തത്. ഓർക്കുക, സിവിൽ നിയമലംഘന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. ഇർവിൻ പ്രഭു. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാ? ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഓക്കെ, ഇനി ഒരു 10 പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യം നോക്കാം. കേരളം മലയാളികളുടെ മാതൃഭൂമി ഈ കൃതിയുടെ കർത്താവാര്? EMS നമ്പൂതിരിപ്പാടാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതിയുടെ കർത്താവാരാണ്? EMS നമ്പൂതിരിപ്പാട്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയ പരിഷ്കർത്താവ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്? ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥയുടെ കർത്താവ്. പറങ്കിപ്പടയാളി എന്ന കൃതിയുടെ കർത്താവ് ആര്? സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റും ആര് തന്നെയാണ്? KM പണിക്കർ. KM പണിക്കരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. കേരളത്തിൽ ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർ ചേർന്ന് നടത്തിയ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ്. കേരളത്തിൽ ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർ ചേർന്ന് നടത്തിയ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ്. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ റിപ്പബ്ലിക് ഡേ ഓഫർ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ആപ്പിലെ എല്ലാ കോഴ്സിനും ഓഫർ ഉണ്ട്. 10% ഓഫർ, 10% ഡിസ്കൗണ്ട് എല്ലാ കോഴ്സിനും കിട്ടുന്നതായിരിക്കും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, ജനറൽ PSC, 10th പ്രിലിംസ്, 10th മെയിൻസ്, കമ്പനി LGS, ബെക്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മുതലായ കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ ഓപ്പൺ ആണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഈ വർഷം നടക്കാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്. 10 മാസം വാലിഡിറ്റി ഉണ്ടായിരിക്കും. എല്ലാ കോഴ്സുകളിലും ഫുൾ സിലബസ് കവറേജ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT, ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോട്ട് GK ഇവയൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. എല്ലാ കോഴ്സിനും വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. അതിനോടൊപ്പം ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഓഫർ എന്നോണം 10% ഡിസ്കൗണ്ടും എല്ലാ കോഴ്സുകൾക്കും കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഓഫർ ജനുവരി 26 രാത്രി 12 മണി വരെ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്തോളാം. നിങ്ങളുടെ അഡ്മിഷൻ, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ബേസ് ലെവലിലാണ് ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോ പോർഷൻസും പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് എല്ലാ ക്ലാസ്സും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഓഫറും അവൈലബിൾ ആണ്. ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഷൺമുഖദാസൻ, ശ്രീ ഭട്ടാരകൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. അൽ അമീൻ എന്ന പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരുന്നു അൽ അമീൻ എന്ന പത്രത്തിന്റെ പത്രാധിപർ എന്ന് ഓർക്കുക. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? 5ാമത്തെ ഭാഷ. 2013 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. അവകാശികൾ എന്ന നോവൽ രചിച്ചതാരാ?
വിലാസിനിയാണ് അവകാശികൾ എന്ന നോവൽ രചിച്ചത്. അപ്പോൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതിയുടെ കർത്താവാര് EMS നമ്പൂതിരിപ്പാട്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? സർദാർ KM പണിക്കർ. പറങ്കിപ്പടയാളി എന്ന കൃതിയുടെ കർത്താവാര്? സർദാർ KM പണിക്കർ. ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. കേരളത്തിൽ ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർ ചേർന്ന് നടത്തിയ പ്രക്ഷോഭം ഏത്? നിവർത്തന കലാപം. എല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ്? മലയാളം. 5. 2013 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. അൽ അമീൻ എന്ന പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണെന്ന് ഓർക്കുക. ഇനി മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയ പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതായിരുന്നു? ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരമാണ്. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമാണ് ഏത്? നിസ്സഹകരണ സമരം. 1920 കൽക്കത്തയിൽ ചേർന്ന പ്രത്യേക സമ്മേളനത്തിലാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത് എന്നോർക്കുക. നിസ്സഹകരണ സമരത്തിന്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെ? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ തുടങ്ങിയവ. അപ്പൊ നിസ്സഹകരണ സമരത്തിന്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ എന്നിവ. ഇനി നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു, നിർമ്മാണ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ? എല്ലാം ബഹിഷ്കരിക്കുക, അതായത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. എപ്പോഴും ചോദിക്കാറുണ്ട്. നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഏതൊക്കെ? നികുതി നൽകാതിരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ എന്നിവ ബഹിഷ്കരിക്കുക മുതലായവ. ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക, ഹിന്ദി പ്രചരിപ്പിക്കുക, ഐത്തോച്ചാടന പ്രവർത്തനങ്ങൾ, ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക. ഇവയൊക്കെ ആയിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കാം. മിതവാദി എന്ന പത്രത്തെ പറ്റി എപ്പോഴും PSC ചോദിക്കാറുണ്ട്. മിതവാദി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാ? 1907. 1907 തലശ്ശേരിയിൽ നിന്നാണ് മിതവാദി എന്ന പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മിതവാദി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ഈ പറയുന്ന ഓരോന്നും ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം ഏതായിരുന്നു? മിതവാദി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏത്? 1907. എവിടെ നിന്ന്? രണ്ടാമത്തെ ചോദ്യം തലശ്ശേരിയിൽ നിന്ന്. ഇതിന്റെ സ്ഥാപകൻ ആരായിരുന്നു? മൂന്നാമത്തെ ചോദ്യം T. ശിവശങ്കരൻ. ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? മൂർക്കോത്ത് കുമാരനായിരുന്നു ആദ്യത്തെ പത്രാധിപർ. മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? C. കൃഷ്ണനാണ് മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടുന്ന വ്യക്തി. 1907 കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? മിതവാദിയാണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി മിതവാദി പത്രത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെ? തീയരുടെ ബൈബിൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? മിതവാദി. അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? മിതവാദി. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏത്? മിതവാദി. ഇത് 10 കൂടുതൽ ചോദ്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. ഒന്നുകൂടെ പറയാം. മിതവാദി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1907. എവിടെ നിന്ന്? തലശ്ശേരിയിൽ നിന്ന്. മിതവാദി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? T. ശിവശങ്കരൻ. ആദ്യത്തെ പത്രാധിപർ ആരാണ്? മൂർക്കോത്ത് കുമാരൻ. 1907 കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം ഏത്? മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? C. കൃഷ്ണനാണ്. മിതവാദി പത്രത്തിന്റെ വിശേഷണങ്ങൾ എന്തെല്ലാം? തീയരുടെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മിതവാദിയാണ്. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏത്? മിതവാദി. അടുത്ത ചോദ്യം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? സുഭാഷ് ചന്ദ്രബോസിന്റെ പാർട്ടിയായിരുന്നു ഏത്? ഫോർവേഡ് ബ്ലോക്ക്. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ആരാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്? ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്.
നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതാരാ? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ജനുവരി 23. ജനുവരി 23 പരാക്രം ദിവസായി ആചരിക്കുന്നു. എന്നു മുതൽ? 2021 മുതൽ. അപ്പൊ 2021 മുതൽ ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസ് ജയന്തിയാണ് ജനുവരി 23. ഈ ദിവസം പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നു. ഇനി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് എന്നാണ് ആരംഭിച്ചത്? വർഷം ഏതാ? 1939. 1939 സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? CR ദാസ്. ചിത്തരഞ്ജൻ ദാസ് ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ഗുരു. രാഷ്ട്രീയ ഗുരു. സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഹരിപുര സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഹരിപുര സമ്മേളനം. വർഷം 1938. ഇനി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1939 ത്രിപുരി സമ്മേളനം. 1939 ത്രിപുരി സമ്മേളനം. ഇദ്ദേഹം സംഭാവന ചെയ്ത മുദ്രാവാക്യങ്ങളാണ് ജയ് ഹിന്ദ്, ദില്ലി ചലോ മുതലായവ. ജയ് ഹിന്ദ്, ദില്ലി ചലോ എന്നിവയൊക്കെ ആരുടെ മുദ്രാവാക്യങ്ങളാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ മുദ്രാവാക്യങ്ങളാണ്. ഇനി ഇദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി ഇപ്പോഴും ദുരൂഹതകൾ ഏറെ നിൽക്കുകയാണ്. 1945 ഓഗസ്റ്റ് മാസം 18 ഇദ്ദേഹം കൊല്ലപ്പെട്ടത്. വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷനുകൾ 3 കമ്മീഷനുകൾ ഉണ്ട്. ഓർക്കുക, മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, ഖോസ്ല കമ്മീഷൻ. മുഖർജി കമ്മീഷൻ, ഖോസ്ല കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ എന്നിവ സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷനുകളാണ്. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം പിടിച്ചോളൂ. ചാന്നാർ കലാപത്തിന്റെ മറ്റൊരു പേരെന്താ? മേൽമുണ്ട് കലാപം. മേൽമുണ്ട് കലാപം എന്നറിയപ്പെടുന്നത് ചാന്നാർ കലാപമാണ്. മറയൂർ എന്ന സ്ഥലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചന്ദനക്കാടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറയൂർ എന്ന സ്ഥലം. കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് മൺസൂൺ കാറ്റ് മൂലമാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് മൂലമാണ് കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെ? പൈനാവ്. പൈനാവാണ് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം. തേക്കടി വന്യമൃഗ സങ്കേതം ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വതനിരകൾ ഏത്? പശ്ചിമഘട്ടം. വെസ്റ്റേൺ ഘട്ട്സ് ആണ് സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വതനിരകൾ. ഭാരതപ്പുഴയുടെ ഉത്ഭവം ഏത് സംസ്ഥാനത്ത് നിന്ന്? തമിഴ്നാട്ടിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേരെന്ത്? തുലാവർഷം. തുലാവർഷമാണ് വടക്ക് കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേര്. കേരളത്തിന്റെ വിസ്തീർണം ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനം? 1.18% ആണ്. 1.18%. പൂക്കോട് തടാകം കേരളത്തിലെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. ചാന്നാർ കലാപത്തിന്റെ മറ്റൊരു പേര് മേൽമുണ്ട് കലാപം. മറയൂർ എന്ന സ്ഥലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചന്ദനക്കാടുകൾ. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. തേക്കടി വന്യമൃഗ സങ്കേതം പെരിയാർ നദിയുടെ തീരത്ത്. കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് മൺസൂൺ കാറ്റ് മൂലം? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് മൂലം. കേരളത്തിന്റെ വിസ്തീർണം ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ 1.18%. ഭാരതപ്പുഴയുടെ ഉത്ഭവം തമിഴ്നാട് നിന്നാണെന്ന് ഓർക്കുക. ഇനി വടക്ക് കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേരെന്താണ്? തുലാവർഷം. തുലാവർഷം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകളൊക്കെ നടന്നു വരികയാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഓഫർ നിങ്ങൾക്ക് ലഭ്യമാണ്. ജനുവരി 26 രാത്രി 12 മണി വരെ മാത്രമേ റിപ്പബ്ലിക് ഡേ ഓഫർ കിട്ടത്തുള്ളൂ. അപ്പോൾ സമയം കളയാതെ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും.